Hello dear students. Today let's discuss another chapter from the textbook English for undergraduates. Take page number 127, page number 127 എടുക്കുക. There you can see the chapter Making Enquiries. Making Enquiries. Making Enquiries എന്ന് പറയുമ്പോൾ അല്ലേ നമുക്കറിയാം ഇൻക്വയറി അല്ലെ അന്വേഷണങ്ങൾ എന്തെങ്കിലും ഒരാളോട് അല്ലെ നമ്മൾ അന്വേഷിക്കുക അല്ലെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം ഒരു കാര്യം അന്വേഷിക്കുന്നതിനാണ് ആണ് എന്ത് പറയാ ഇൻക്വയറി എന്ന് പറയാം. സോ ഏതൊക്കെയാണ് ആ ടൈപ്സ് ഓഫ് ഇൻക്വയറീസ് അല്ല അതിനുപയോഗിക്കുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഇൻക്വയറീസ് ഉണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ട ടൈപ്പ് ഇൻക്വയറീസ് ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അല്ല ഇൻക്വയറീസ് ഉണ്ട്, ഓക്സിലറി വേർബ് വെച്ചിട്ടല്ലേ ചോദിക്കാൻ പറ്റിയ ഇൻക്വയറീസ് ഉണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻക്വയറി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം എന്താണ്. An inquiry is a single question or a series of questions intended to get information about someone or something, such as directions to a place or instructions to do something. സോ ഒരു ഇൻക്വയറി എന്ന് പറയുന്ന ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ ഒന്നിലധികം അല്ലെ കുറച്ച് വലിയ നീളമുള്ള ഒരു ചോദ്യമാകാം. എന്തിനു വേണ്ടി? ടു ഗെറ്റ് ഇൻഫർമേഷൻ, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി, ഒരാളിൽ നിന്നും അല്ലെ എന്തെങ്കിലും അറിയാൻ വേണ്ടി, ഒരാളിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തിനെ പറ്റിയോ ഒക്കെ അല്ലെ അറിയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം, അതാണ് എന്ത് ഇൻക്വയറി. അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ അല്ലെ ഒരു വഴി ചോദിക്കലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലെ ചെയ്യാൻ എങ്ങനെ ചെയ്യണമെന്നുള്ള അല്ലെ ഇതായിരിക്കാം. പ്ലേസ് ഓർ ഇൻസ്ട്രക്ഷൻസ് ടു ഡു സംതിങ്, എന്തെങ്കിലും എങ്ങനെ ചെയ്യണം അല്ലെ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം അല്ലെ, അറിയാത്ത കാര്യം മറ്റുള്ളവരോട് ചോദിക്കാം അല്ലെ, ഇൻക്വയർ ചെയ്യാം. In a social conversation, it may be just a casual interaction. For example, what is your name or where do you come from? So ഒരു സോഷ്യൽ കോൺവെർസേഷൻ അല്ലേ, നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അല്ലെ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ചില കാര്യങ്ങൾ ചോദിക്കും. എന്താണ് നിങ്ങളുടെ പേര് അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെയുള്ള സ്മോൾ ഇൻക്വയറീസ്. We also make inquiries when we want to get information about traveling, working, etc. പിന്നെ നമ്മൾ ഇൻക്വയറീസ് ചെയ്യാറുണ്ട് അല്ലെ എന്തിനു വേണ്ടി? ട്രാവലിംഗ് അല്ലെ, എവിടെയെങ്കിലും പോകുമ്പോൾ വഴി അറിയില്ലെങ്കിൽ അല്ലെ ആ വഴി ചോദിക്കാൻ വേണ്ടി നമ്മൾ ഇൻക്വയറി ചെയ്യാറുണ്ട്. പിന്നെയോ വർക്കിംഗ് അല്ലെ, എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അല്ലെ വർക്ക് എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ലെങ്കിൽ നമ്മള് നമ്മുടെ അല്ലെ വർക്ക് പരിചയമുള്ള ഒരാളോട് ചിലപ്പോൾ ആ ഒരു ഡയറക്ഷൻസ് അല്ലെ ചോദിക്കാറുണ്ട്. We may also inquire about the action taken as a follow-up to our requests, orders, or complaints. പിന്നെന്താ പറഞ്ഞത്, നമ്മളല്ലേ മുന്നേ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് അതിന്റെ കംപ്ലൈന്റ് കൊടുത്തതിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് അറിയാൻ വേണ്ടി അല്ലെ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാറ്, ഇൻക്വയറി ചെയ്യാറുണ്ട് അല്ലെ, നിങ്ങൾ എന്തോ ആക്ഷൻ എടുത്തു. അല്ലെങ്കിൽ എന്താവാം, എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുത്തതിന്റെ അല്ലെ ആ ഒരു റിസൾട്ട് എന്താണ് എന്ന് നമ്മൾ അറിയാൻ വേണ്ടി ഇൻക്വയറി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഓർഡർ അല്ലെ, എന്തെങ്കിലും ഒരു ഓർഡർ നമ്മൾ ഒരാൾക്ക് കൊടുത്തു, ഓർഡർ പറയാണ്, നമ്മുടെ അല്ലെ താഴേക്കിടയിൽ ഒരു ജോലിക്കാരന് ഒരു ഓർഡർ കൊടുക്കുകയാണ്. സോ അയാൾ അത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇൻക്വയറി ചെയ്യും. സോ എൻക്വയറിംഗ് എന്ന് പറയുന്ന പല ടൈപ്പ് എൻക്വയറീസ് ആണ്. So write the examples of different kinds of inquiries that you are familiar with. Any different types of inquiries അല്ല നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരിചയമുള്ള ഇൻക്വയറീസ് അവിടെ താഴെ ഫിൽ ചെയ്യാം. ഒന്നെന്ത് ചെയ്യാം, നമുക്കല്ലേ ഒരു ഡിറക്ഷൻ ചോദിക്കുന്നതാവാം അല്ലെ, ഹൗ ടു ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഹൗ ടു ഗോ ടു അല്ലെ പ്ലേസ് എന്നുള്ള രീതിയിൽ. പിന്നെ എന്ത് ചെയ്യാം, നമ്മളല്ലേ ഒരു കംപ്ലൈന്റ് കൊടുത്തതിന്റെ പേരിൽ എന്ത് ആക്ഷൻ എടുത്തു എന്നുള്ള രീതിയിൽ അല്ലെ ഒരു ഇൻക്വയറി ആവാം. മേ ഐ നോ അല്ലെ
what action you have taken according to the complaint that I have given you എന്നുള്ള രീതിയിൽ ചോദിക്കാം. പിന്നെ എന്താവാം, പിന്നെ അല്ലെ അങ്ങനെയുള്ള വ്യത്യസ്തമായ ടൈപ്പിലുള്ള ഇൻക്വയറീസ് എഴുതാം. ഇനി കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻ, എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്വയറിയിൽ യൂസ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ് താഴെ പറയുന്നത്. കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. We can ask direct questions to get the required information, or we can frame our questions in an indirect manner. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിനെ അല്ലേ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആർ ഓഫ് ടു കൈൻഡ്സ്. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് WH ക്വസ്റ്റ്യൻ, വേറൊന്ന് yes or no ക്വസ്റ്റ്യൻ. We usually get more information by asking the WH question. That is, questions starting with a W or H words. Who, whom, what, which, when, where, why, and how. So ഇതാണ് എന്ത് WH questions എന്ന് പറയുന്നത്. W അല്ലെങ്കിൽ H വെച്ചിട്ട് വരുന്ന questions. For example, where is the nearest ATM machine located? സോ അല്ലെ ATM ഇവിടെ അടുത്ത് എവിടെയാണ് ATM ഉള്ളത് എന്നുള്ളതാണ്. സോ ഈ നമ്മൾ WH ക്വസ്റ്റ്യൻസ് ചോദിച്ചാലാണ് കുറച്ചധികം ഇൻഫർമേഷൻ കിട്ടുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്കല്ലേ ഉത്തരം എന്തേ കിട്ടുള്ളൂ, ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. സോ ഏറ്റവും നല്ലത് അല്ലേ WH ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. Usually when we want to confirm some information, we ask questions that can be answered with yes or no. For example, is this the superintendent's office? സോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ എവിടെയോ ചോദിക്കുക, നമുക്കല്ലേ യെസ് ഓർ നോ എന്നുള്ളത് കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെ. അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമല്ലേ, ഒന്നുകിൽ കൺഫേം ചെയ്യാം യെസ് ആണോ നോ ആണോ എന്ന് അറിയാം, അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ഇത് അല്ലേ സൂപ്പറിൻറ്റൻഡന്റിന്റെ ഓഫീസ് അല്ലേ എന്നുള്ളതാണ്. സോ അദ്ദേഹം അകത്തുണ്ടോ? സോ അപ്പോൾ അല്ലേ എന്ത് പറയും, യെസ് അല്ലെങ്കിൽ നോ. Now take page number 128. So next type of questions അവിടെ കൊടുത്തിട്ടുണ്ട് അല്ല, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ, അതായത് ഇൻക്വയറി ചെയ്യുമ്പോൾ. Indirect questions serve the same purpose as direct questions, but they are considered more formal and polite. എന്താ പറയുള്ളത്, അതായത് അല്ലെ നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യന്റെ അതേ പർപ്പസ് തന്നെയാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനും ചെയ്യുന്നത് അല്ലെ. അതേ കാര്യം തന്നെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ബട്ട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അല്ലെ അവിടെ എന്താണ് മോർ ഫോർമൽ ആണ്. നമ്മളല്ലേ കുറെ ഫോർമൽ ആയിട്ടുള്ള സെറ്റിംഗിലാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഏതെങ്കിലും ഓഫീസ് ആയിട്ട് ബന്ധപ്പെട്ട അല്ലെ ഓഫീസറോടോ അങ്ങനെയുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും അല്ലെ നല്ലത്. പിന്നെ അത് എന്താണ് കുറച്ചുകൂടി പൊളൈറ്റ് ആണ് അല്ലെ, ഒന്നുകൂടി നമ്മുടെ എളിമ അല്ലെ, നമ്മുടെ ആ ഒരു എളിമ, ചോദ്യം ചോദിക്കുന്ന വ്യക്തിയോടുള്ള ബഹുമാനം അല്ലെ കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ഫോളോയിങ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ അജണ്ട ഓഫ് ടുഡേസ് മീറ്റിംഗ്? സോ അല്ല അതൊരു എന്ത് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, വാട്ട് ഈസ് വെച്ചിട്ടുള്ളത്. ഹിയർ ദ സ്പീക്കർ ഈസ് ബീങ് ക്വൈറ്റ് ഇൻഫോർമൽ ആൻഡ് മൈറ്റ് സൗണ്ട് അബ്രപ്റ്റ്. സോ ഇവിടെ അല്ലെ സ്പീക്കർ എന്താണ് വളരെ ഇൻഫോർമൽ ആയിട്ടാണ് ചോദിക്കുന്നത്, എന്താണ് ഇന്നത്തെ അല്ലെ മീറ്റിംഗിന്റെ അജണ്ട എന്നുള്ളത്. സോ അവിടെ അല്ലേ ഒരു തരം ഫോർമാലിറ്റി ഒന്നും ഇല്ല, നമ്മളൊരു സ്ട്രേഞ്ചറോട് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അബ്രപ്റ്റ് ആണ് അല്ലെ, അതായത് പെട്ടെന്ന് ഉള്ള ഒരു ചോദ്യമാണ്. By rephrasing this direct question into an indirect question, the speaker sounds more formal and polite. സോ അല്ല അത് എന്ത് ചെയ്യാ, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ എന്തുണ്ട്, കുറച്ച് ബഹുമാനം അല്ലെ, ചോദിക്കുന്ന ആളോടുള്ള ഒരു ബഹുമാനം കാണിക്കലും അല്ല, പിന്നെ ഫോർമാലിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. എങ്ങനെ ചോദിക്കാം അത്,
ഡു യു ഹാവ് എനി ഐഡിയ വാട്ട് ദ അജണ്ട ഓഫ് ടുഡേസ് മീറ്റിംഗ് ഈസ്? അല്ലെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അല്ലെ ഇന്നത്തെ മീറ്റിംഗിന്റെ അജണ്ട എന്താണെന്ന്? അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം, ഡു യു ഹാപ്പൻ ടു നോ വാട്ട് ദ അജണ്ട ഓഫ് ടുഡേസ് മീറ്റിംഗ് ഈസ്? സോ നിങ്ങൾക്ക് അറിയാമോ എന്നുള്ള രീതിയിലാണ് അല്ലെ, നിങ്ങൾ അറിയാൻ ഇടയായിട്ടുണ്ടോ ഇന്ന് എന്താണ് അല്ലെ മീറ്റിംഗിന്റെ അജണ്ട എന്ന്? An indirect question can also have a positive sentence structure and is framed using introductory phrases such as I wonder, do you know, etc. സോ എന്താ പറയുന്നത്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യന് അല്ല എന്താണ് ഒരു പോസിറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ ആണ് ഉണ്ടാവുക. സോ ആ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെ കാര്യം ചോദിക്കുന്ന രീതിയിൽ അല്ലെ ഒരു എളിമ കാണിക്കുന്ന വേർഡ്സ് ആണ് നമ്മൾ വെക്കുക. സോ ഫ്രെയിംഡ് യൂസിങ് ഇൻട്രഡക്ടറി ഫ്രേസസ്. സോ ഇൻട്രഡക്ടറി ഫ്രേസസ് എന്ന് പറയുമ്പോൾ അല്ലെ ഐ വണ്ടർ അല്ലെങ്കിൽ ഡു യു നോ എന്നുള്ള രീതിയിലുള്ള ഫ്രേസസ് അത് വെക്കുക. ദ ടു ഫ്രേസസ് ആർ കണക്റ്റഡ് വിത്ത് എ ക്വസ്റ്റ്യൻ വേർഡ്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അല്ലെ ക്വസ്റ്റ്യൻ വേർഡുമായിട്ട് കണക്ട് ചെയ്യാം. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ അതിന് താഴെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇൻട്രഡക്ടറി ഫ്രേസ്, അതായത് ഐ വണ്ടർ അല്ലെങ്കിൽ ഡു യു നോ എന്നുള്ള രീതിയിലുള്ള വേർഡ് വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് വെക്കുക, അതായത് ഹൂ അല്ലെ അല്ലെങ്കിൽ വാട്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഓർ ഈഫ് അല്ലെ. പിന്നെ എന്ത് ചെയ്യുക, പോസിറ്റീവ് സെന്റൻസ് ഒക്കെ. ദ ചീഫ് ഗസ്റ്റ് ആസ് ദി ഫംഗ്ഷൻ ഈസ് ഗോയിങ് ടു ബി. സോ അല്ലെ ഐ വണ്ടർ ഹൂ ദ ചീഫ് ഗസ്റ്റ് ആറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഗോയിങ് ടു ബി. നെക്സ്റ്റ് നോക്ക് എന്താ കൊടുത്തിട്ടുള്ളത്. Many of the phrases used to form indirect questions are in the form of a question, while some are in the form of statements. സോ കുറെ ഓക്കെ നമ്മളല്ലേ ഈ നേരെ മേലെയുള്ള എക്സാമ്പിൾ നമ്മൾ കണ്ടു, അവിടെ അല്ല ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല അല്ലെ അവസാനം. കാരണം അത് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളല്ലേ എന്ത് ചെയ്യും, അത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും അല്ലെ. ഇവിടെ അതില്ല. സോ ഈ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ആവാം, സ്റ്റേറ്റ്മെന്റ്സ് ആവാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും ആവാം. ഡു യു നോ ഒക്കെ വെക്കുമ്പോൾ അല്ലെ നമ്മൾ എന്ത് വേണം, ഡു ഒക്കെ വെക്കുമ്പോൾ അല്ലെ ഓക്സിലറി വേർബ് വെക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് എന്തായാലും വേണം. ബട്ട് അല്ലെ ഐ വണ്ടർ എന്നൊക്കെ ആണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ആണ് വരിക എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് നമ്മൾ താഴെ നോക്ക്, ഏതിനൊക്കെയാണ് ക്വസ്റ്റ്യൻ മാർക്ക് വരിക അല്ലെ ഏതിനൊക്കെയാണ് ഫുൾ സ്റ്റോപ്പ് വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. Given below are some of these phrases. അങ്ങനെ ഡു യു നോ അല്ലെ വരുമ്പോ ക്വസ്റ്റ്യൻ മാർക്ക് വരും. അങ്ങനെ ഐ വണ്ടർ അല്ല അല്ലെങ്കിൽ എന്താണ് ഐ വാസ് വണ്ടറിങ് അല്ലെ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോ ഒന്നുകിൽ നമുക്ക് ഐ വണ്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വാസ് വണ്ടറിങ് അല്ലെ ഹൂ ദ ചീഫ് ഗസ്റ്റ് അറ്റ് ദി ഫംഗ്ഷൻ ഈസ് ഗോയിങ് ടു ബി എന്നുള്ള രീതിയിൽ ചോദിക്കാം. അത് വരുമ്പോ ഫുൾ സ്റ്റോപ്പ് ആണ് വരിക, ക്വസ്റ്റ്യൻ മാർക്ക് ആവശ്യമില്ല. അങ്ങനെ ക്യാൻ കുഡ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം അല്ലെ ഓക്സിലറി വേർബ് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, മൊഡാൽസ് അല്ലെ. സോ ക്യാൻ ഒക്കെ വെച്ചാൽ എന്തായാലും ക്വസ്റ്റ്യൻ മാർക്ക് വരണം. കുഡ് യു പോസിബിളി ടെൽ മീ ഓർ ഇൻഫോം മീ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ മീ അല്ലെ ലെറ്റ് മീ നോ അല്ലെ എന്നുള്ള രീതിയിൽ ചോദിക്കാം. കുഡ് യു പ്ലീസ് ലെറ്റ് മീ നോ ഹൂ ദ ചീഫ് ഗസ്റ്റ് അറ്റ് ദി ഫംഗ്ഷൻ ഈസ് ഗോയിങ് ടു ബി. അങ്ങനെ നെക്സ്റ്റ് നോക്കി, ഡു യു ഹാപ്പൻ ടു നോ അല്ലെ ഡു വെച്ചാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ മാർക്ക് എന്തായാലും വേണം. അങ്ങനെ നെക്സ്റ്റ് നോക്കുക, ഐ ഹാവ് നോ ഐഡിയ അല്ലെ. സോ അങ്ങനെയുള്ളത് നമുക്ക് ആവശ്യമില്ല, കാരണം ഓക്സിലറി വേർബ് വെച്ചിട്ടല്ല അവിടെ തുടങ്ങിയിട്ടുള്ളത് അല്ലെ. ഐ ഹാവ് നോ ഐഡിയ ഹൂ ദ ചീഫ് ഗസ്റ്റ് ദി ഫംഗ്ഷൻ ഈസ് ഗോയിങ് ടു ബി എന്നുള്ളതാണ്. അങ്ങനെ നെക്സ്റ്റ് നോക്കുക, ഐ എം നോട്ട് ഷുവർ അല്ല ഐ ആം നോട്ട് ഷുവർ ഹൂ ദ ചീഫ് ഗസ്റ്റ് ദി ഫംഗ്ഷൻ ഈസ് ഗോയിങ് ടു ബി എന്ന് പറയുമ്പോൾ അല്ലെ എനിക്കറിയില്ല ആരാണ് ചീഫ് ഗസ്റ്റ് എന്ന്. സോ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തോ ഉദ്ദേശിക്കുന്നത്, സോ പ്ലീസ് അല്ലെ ക്യാൻ യു ടെൽ മീ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അല്ലെ. ബട്ട് നമ്മൾ എന്തേ ചോദിക്കൂ, മുഴുവനും ചോദിക്കില്ല അല്ലെ. ഐ എം നോട്ട് ഷുവർ ഹൂ ദ ചീഫ് ഗസ്റ്റ് അറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഗോയിങ് ടു ബി എന്നേ പറയുള്ളൂ അല്ലെ. ബാക്കി എന്താണ്, ഊഹിക്കലാണ് അല്ലെ. അടുത്തിരിക്കുന്ന ആൾക്കത് മനസ്സിലാവും, അയാൾ പറഞ്ഞു തരും അല്ലെ നമുക്ക് അറിയേണ്ട കാര്യം. നെക്സ്റ്റ് നോക്ക്, ഐ വുഡ് ലൈക്ക് ടു നോ അല്ലെ ഐ വുഡ് ലൈക്ക് ടു നോ എന്നുള്ളതാണ്. അത് വരുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ആണ് വരിക അല്ല, അവിടെ ഒരു ക്വസ്റ്റ്യൻ അല്ല വരുന്നത്. ഇനി നോക്ക്, ഹാവ് യു എനി ഐഡിയ എന്ന് വരുമ്പോൾ അല്ലെ ഹാവ് വെച്ച് വരുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാം അല്ലെ ഓക്സിലറി ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് വരും. അങ്ങനെ നെക്സ്റ്റ് നോക്ക്, ഡു യു മൈൻഡ് ഇഫ് ഐ ആസ്ക് അബൌട്ട് അല്ലെ
അങ്ങേയറ്റം പൊളൈറ്റ് ആവുമ്പോഴാണ് നമ്മളിങ്ങനെ ചോദിക്കാൻ. വളരെ ബഹുമാനം കാണിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡു യു മൈൻഡ് അല്ലെ ഇഫ് ഐ ആസ്ക് എന്നൊക്കെ പറയുമ്പോൾ. നെക്സ്റ്റ് നോക്കിയ ഐ ഓൾസോ വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് അല്ലെങ്കിൽ ആസ്ക് അല്ലെ എന്നുള്ളതാണ്. അതും ഫുൾ സ്റ്റോപ്പ് ആണ്. ഐ വുഡ് ലൈക്ക് സം ഇൻഫർമേഷൻ അബൌട്ട് അല്ലെ എന്ന് പറയാണ്. ഐ വുഡ് ലൈക്ക് സം ഇൻഫർമേഷൻ അബൌട്ട് ദി ചീഫ് ഗസ്റ്റ് അറ്റ് ദി ഫംഗ്ഷൻ. നെക്സ്റ്റ് നോക്കിയേ I would like to ask about അല്ലെങ്കിൽ I would like to know about എന്നുള്ള രീതിയിൽ പറയാം. നെക്സ്റ്റ് നോക്കിയേ വുഡ് യു മൈൻഡ് ടെല്ലിംഗ് മീ അല്ലെ വുഡ് യു വെച്ചിട്ട് തുടങ്ങുമ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ മാർക്കാണ് വരിക എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 129 എടുക്കുക. അവിടെ എന്താ കൊടുത്തില്ല നോക്ക്. Another way of making inquiries indirectly is by making polite requests, as you have learned in the previous unit. For example, would you be good or kind enough to let me know the result at the earliest? So, another way of making inquiries indirectly is by making polite requests. So, നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടല്ലോ polite request എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത്. സോ ഇൻക്വയറി ചോദിക്കാനല്ലേ. ഇൻക്വയറി എന്ന് പറയുന്ന ഒരു ടൈപ്പ് പൊളൈറ്റ് റിക്വസ്റ്റ് തന്നെയാണ് അല്ലെ നമുക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ളത്. സോ അങ്ങനെ നമുക്ക് ചോദിക്കാം അല്ലെ. വളരെ എളിമയോടെ അല്ലെ ഒരാളോട് റിക്വസ്റ്റ് ചോദിക്കാം. അത് അല്ലെ എന്താവും ഇൻക്വയറി ആവും. നോക്കാം വേറെ ഒരു എക്സാമ്പിൾ. Would you mind sending me the results at the earliest? സോ അതെന്താണ് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് അല്ലെ. ബട്ട് അത് ഇൻക്വയറിന്റെ ഒരു ഫലം ചെയ്യുന്ന അല്ലെ ഒരു റിക്വസ്റ്റ് ആണ്. സോ ആ രീതിയിൽ നമുക്ക് ഇൻക്വയറി ചോദിക്കാം അല്ലെ. പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ടും ചോദിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. In certain situations, there may be an overlap between getting information and making a request for additional information. So, എന്താ പറയുന്നത് in certain situations അല്ലെ ചില സാഹചര്യങ്ങളിൽ എന്തുണ്ടാവും there may be an overlap between getting information and making a request for additional information. ചിലപ്പോൾ നമ്മളല്ലേ പലപ്പോഴും getting information ഒരു കാര്യമല്ലേ ചോദിക്കാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന്റെ കൂടെ എന്തും കൂടി വേണ്ടി വരും. പല അല്ലെ റിക്വസ്റ്റും ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അഡീഷണൽ ആയിട്ടല്ലേ നമ്മൾ ഒരു കാര്യം ചോദിച്ച് അത് പറഞ്ഞു തരുമ്പോൾ അല്ലെ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ റിക്വസ്റ്റിലൂടെ നമ്മൾ കൂടുതലായിട്ട് പലതും ചോദിക്കേണ്ടതായിട്ട് വരാറുണ്ട്. In the given example, it is quite possible that the listener is not duty bound to provide this information and the speaker is asking for a favor. തന്നിരിക്കുന്ന എക്സാമ്പിളിലല്ലേ എന്താണ് അതായത് നമ്മൾ മേലെ പറഞ്ഞ എക്സാമ്പിളിലല്ലേ എന്ത് ക്ലിയർ ആണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ ദാറ്റ് ദ ലിസണർ ഈസ് നോട്ട് ഡ്യൂട്ടി ബൗണ്ട് ടു പ്രൊവൈഡ് ദിസ് ഇൻഫർമേഷൻ. സോ നമ്മളല്ലേ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻക്വയറി ചെയ്യുന്ന ആളുണ്ടല്ലോ, നമ്മൾ ചോദ്യം ചോദിക്കുന്ന ആള്, അയാളല്ലേ അധികാരപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ എന്തായാലും മറുപടി പറയണം അല്ലെ. നമ്മളിപ്പോ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് ബസ്സിന്റെ ഒക്കെ കാര്യം അല്ലെ ഇൻക്വയറിയിൽ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ ഒരു ബാങ്കിലൊക്കെ പോയിട്ട് ഇൻക്വയറിയിൽ ചോദിക്കുകയാണെങ്കിൽ അയാൾ എന്തായാലും അല്ലെ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ബട്ട് അല്ലെ റോഡിലൊക്കെയുള്ള ആരോടെങ്കിലും പോയിട്ട് ചോദിക്കുമ്പോൾ അയാൾ മറുപടി പറയാൻ ബാധ്യസ്ഥനൊന്നും അല്ല എന്നുള്ളതാണ്. സോ അത് അല്ലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. സോ ദ ലിസണർ ഈസ് നോട്ട് എ ഡ്യൂട്ടി ബൗണ്ട് അല്ലെ. നേരെ പറഞ്ഞ ക്വസ്റ്റ്യൻ വുഡ് യു മൈൻഡ് സെൻഡിങ് മീ ദ റിസൾട്ട്സ് അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദ സ്പീക്കർ ഈസ് ആസ്കിങ് ഫോർ എ ഫേവർ. സോ സ്പീക്കർ നമ്മുടെ അല്ലെ ചോദിക്കുന്ന ആള് എന്തിനു ചോദിക്കുകയാണ്, ഒരു അല്ലെ ഫേവർ, ഒരു സഹായം അല്ലെ എന്നുള്ള രീതിയിൽ ചെയ്യുമോ എന്നുള്ള രീതിയിൽ അല്ലെ വുഡ് യു മൈൻഡ് എന്നൊക്കെ വെച്ച് വളരെ ഹമ്പിളായിട്ട് ചോദ്യം ചോദിക്കുകയാണ് അല്ലെ, പ്ലീസ് എന്നുള്ള രീതിയിൽ. അല്ലെങ്കിലോ നമ്മൾ മേലത്തെ എക്സാമ്പിൾ വേറെ അല്ല, ഇതല്ലെങ്കിൽ എന്താവാം, or the speaker probably feels that he or she is asking for too much information, so he or she is trying to be very polite. So അല്ലെങ്കിൽ എന്താവാം, നേരെ മേലെയുള്ള അല്ലെ കാര്യം അയാൾ നേരത്തെ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവാം. സോ ഓവറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലെ നമുക്കൊരു തരം
ആളെ ഇറിറ്റേറ്റ് ചെയ്യുവാണോ എന്നുള്ളൊരു ഫീലിംഗ് സ്വയം വരും അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി അല്ലെ വിനീതനായിട്ട് സംസാരിക്കാൻ ശ്രമിക്കും അല്ലെ, വളരെ ഹമ്പിളായിട്ട് പറയാൻ ചോദിക്കും അല്ലെ. ക്യാൻ യു പ്ലീസ് അല്ലെ, ജസ്റ്റ് ഗിവ് മീ വൺ മോർ അല്ലെ ഇൻഫർമേഷൻ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. സോ അങ്ങനെ ആവാം അല്ലെ. അതായത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് അല്ലെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അയാളോട് അല്ലെ പിന്നെയും കുറച്ച് അല്ലെ വളരെ താഴ്മയോടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആവാം. This shows that the context determines what form of questions you use to gather the information. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സോ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെ ഒരു സിറ്റുവേഷൻ ആണ് തീരുമാനിക്കുന്നത് എന്ത് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അല്ലെ ചോദിക്കേണ്ടത്, അത് എത്രമാത്രം അല്ലെ എളിമയോടെ ചോദിക്കണം എന്നൊക്കെ. നമുക്ക് അല്ലെ ബാങ്കിലൊക്കെ പോയാൽ നമ്മൾ ഇങ്ങനെ അല്ലെ കേണ അപേക്ഷിക്കുമ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെ, കാരണം അവർ അല്ലെ നമുക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ബട്ട് അല്ലെ റോഡിലൊക്കെ കാണുന്ന ആളോടൊക്കെ ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അല്ലെ അങ്ങേയറ്റം ഹമ്പിളായിട്ട് ചോദിക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ ഒരു സിറ്റുവേഷൻ ആണ് തീരുമാനിക്കുന്നത് അല്ലെ എന്ത് എങ്ങനെ അല്ലെ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളത്. അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് ഒരു ടാസ്ക് തന്നിരുന്നത് എന്താണ്, കൺവേർട്ട് ദ ഫോളോയിങ് ഇൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻ ടു ഇന്ററാക്ട് ക്വസ്റ്റ്യൻസ്. The first one has been done for you. സോ എന്ത് ചെയ്യാം, അവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ വളരെ ഹമ്പിൾ ആയിട്ട് ഫോർമാലിറ്റി കാണിക്കുന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമുക്ക് ഏത് രീതിയിലും എഴുതാം അതല്ലേ, നമുക്ക് വളരെ ഹമ്പിളായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എളിമ കാണിച്ചിരുന്ന രീതിയിലായിട്ട് അല്ലെ എഴുതി വെക്കാം എന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് വൺ, വൈ ആർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ് അല്ലെ, അതൊരു തരം ഇൻഫോർമൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മളല്ലേ വളരെ എളിമയോടെ ചോദിക്കുമ്പോൾ അല്ലെ, വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ ദ റീസൺ ആസ് ടു വൈ യു ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ് അല്ലെ. വുഡ് യു മൈൻഡ് അല്ലെ, നിങ്ങൾ ഒരു അല്ലെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്തുകൊണ്ടാണ് അല്ലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്നുള്ളതാണ്. സോ വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാം, ഇൻഡയറക്റ്റിലോട്ട് മാറ്റാം. എന്ത് ചെയ്താൽ മതി, നമ്മള് അപ്പുറത്ത് അല്ലെ പേജ് നമ്പർ 128 ഏറ്റവും താഴെയായിട്ട് അല്ല ആ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വേസ് ഓഫ് ആസ്കിങ് ഹംബിൾ ക്വസ്റ്റ്യൻസ് അല്ല. അതിലേതെങ്കിലും ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയാൽ മതി. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ, ഹൗ ഓഫൻ ഡു യു യൂസ് ഇംഗ്ലീഷ് ഇൻ യുവർ എവറിഡേ ലൈഫ്. സോ നിങ്ങളുടെ അല്ലെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ അതെന്ത് ചെയ്യാം, നമുക്കല്ലേ ഡു യു മൈൻഡ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഡു യു മൈൻഡ് ഇഫ് ഐ ആസ്ക് അല്ലെ ഹൗ ഓഫൻ യു യൂസ് ഇംഗ്ലീഷ് ഇൻ യുവർ എവറിഡേ ലൈഫ്. സോ ഡു വെച്ചത് കൊണ്ട് അല്ലെ പിന്നെയും ഓഫൻ കഴിഞ്ഞിട്ട് ഡു വെക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ നെക്സ്റ്റ് എന്ത് ചെയ്യാം, അടുത്തത് നോക്ക്, വേർ ഡു യു വർക്ക്. അതെങ്ങനെ ചോദിക്കാം, ഐ വുഡ് ലൈക്ക് ടു നോ അല്ലെ വേർ യു വർക്ക്. അങ്ങനെ നെക്സ്റ്റോ, ഹൗ ഓഫൻ ഡു യു ഗോ ടു ദി സിനിമ. സോ അതേ രീതിയിൽ ചോദിക്കാം അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ചോദിക്കാം. സോ ഐ വുഡ് ലൈക്ക് ടു നോ അല്ലെ ഹൗ ഓഫൻ യു ഗോ ടു ദി സിനിമ. നെക്സ്റ്റ് നോക്കി, ഡു യു നോ ഓഫ് എനി ഗുഡ് ഗാർമെന്റ് ഷോപ്പ് ഇൻ ദിസ് ഏരിയ. സോ എന്ത് ചെയ്യാം, വുഡ് യു പ്ലീസ് അല്ലെ ലെറ്റ് മീ നോ ഓഫ് എനി ഗുഡ് ഗാർമെന്റ് ഷോപ്പ് ഇൻ ദിസ് ഏരിയ. നെക്സ്റ്റ് നോക്കി, വാട്ട് ആർ ദ ടൈമിങ്സ് ഓഫ് ദി ലൈബ്രറി. ലൈബ്രറിയുടെ അല്ലെ സമയം എത്ര മുതൽ എത്ര വരെയാണെന്ന് ചോദിക്കുന്നത്. സോ അത് എങ്ങനെ മാറ്റിയിട്ടുണ്ട്, ഡു യു ഹാപ്പൻ ടു നോ ദ ടൈമിങ്സ് ഓഫ് ദി ലൈബ്രറി. നെക്സ്റ്റ് ആയിട്ടുള്ളത് നോക്കിയേ, whom should I contact for the recovery of goods. അല്ല എന്ത് ചെയ്യാം, ഓക്കെ ഐ വാസ് വണ്ടറിങ് അല്ലെ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഐ വാസ് വണ്ടറിങ് whom should I contact for the recovery of goods. നെക്സ്റ്റ് പേജിൽ നോക്കെ, പേജ് നമ്പർ 130 130, is the food in this restaurant good. സോ എന്താ ചോദിക്കാം,
Could you tell me if the food in this restaurant is good? Next, okay. Are you a student of modern college? So, എന്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ? Do you mind if I ask, are you a student of modern college? Next, okay. Can I get a bus to Model Town from this stop? So I would like to know if I can get a bus to Model Town from this stop. ഇത്രയും നമ്മൾ പറഞ്ഞതല്ല സിമ്പിൾ ആയിട്ടുള്ള ഇൻക്വയറീസ് ആണ്. ഇനി സിമ്പിൾ അല്ലാത്ത അല്ലെ കുറച്ചധികം കോംപ്ലിക്കേഷൻ ഉള്ള ഇൻക്വയറീസ് ഉണ്ടാവും അല്ലെ, കുറെ അധികം കാര്യങ്ങൾ ചോദിക്കേണ്ടതോ അറിയേണ്ടതോ ഒക്കെ ആയിട്ടുള്ളത്. അങ്ങനെയുള്ളതാണ് പറയുന്നത് മേക്കിംഗ് കോംപ്ലക്സ് ഇൻക്വയറീസ്. Sometimes you can get the required information only in stages. That is, you can go to the second question depending on what answer you get to your first question. So, അല്ലെ ചില സമയങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് അല്ലെ ആൻസർ കിട്ടുക അല്ലെ സ്റ്റേജസ് ആയിട്ടായിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിനുള്ള ഉത്തരം കിട്ടി, അല്ല പിന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിനുള്ള ഉത്തരം കിട്ടി. ഇങ്ങനെ സ്റ്റേജ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അല്ല ആൻസർ കിട്ടുന്നത് അല്ല ഇൻക്വയറിക്കുള്ള ഉത്തരം. You can go to the second question depending on what answer you carry to your first question. So, അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള ആൻസർ തൃപ്തികരമാണെങ്കിലേ നമ്മളല്ലേ സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെ. അല്ലാണ്ട് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നവരോട് നമ്മൾ പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കില്ല എന്നുള്ളതാണ്. സോ ആൻസർ അല്ലെ കിട്ടിയതിലെ തൃപ്തി അല്ലെ അനുസരിച്ച് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കും. For example, you are inquiring about reservations in a hotel. റിസർവേഷൻ ഒരു ഹോട്ടലിലെ റിസർവേഷൻ അല്ലെ പറ്റി അന്വേഷിക്കുകയാണ് നമ്മൾ. First, you have to know if there are any rooms available on the required date. അല്ലെ ഫസ്റ്റ് നമ്മൾ എന്താ അറിയണം, ആദ്യം അല്ലെ ആ ഒരു ഡേറ്റിൽ നമുക്ക് അല്ലെ റൂം വേണ്ട ഡേറ്റിൽ ഏതെങ്കിലും റൂം ഒഴിവുണ്ടാവോ എന്നറിയണം. Only on getting an affirmative answer you can go ahead with the further questions. So ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെ ഒരു പോസിറ്റീവ് റിപ്ലൈ കിട്ടിയാൽ മാത്രമേ അല്ലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുള്ളൂ. And in such cases, you have to make a note of the details that you need to know before you book a room in the hotel. So അങ്ങനെയുള്ള കേസസിൽ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അല്ലെ. എപ്പോഴും റൂം ഉണ്ടാവും അല്ലെ, ആ ഒരു ദിവസം എത്ര റൂം ഒഴിവുണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെ ഉള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടി വരും. കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലെ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അങ്ങനെയുള്ളത് ആവശ്യമായിട്ട് വരുമെന്നുള്ളതാണ്. In a case of official inquiries, sometimes you need to provide information in order to get the information you want. And official inquiry അല്ലെ ഒഫീഷ്യൽ ആയിട്ടുള്ള അന്വേഷണങ്ങളാണെങ്കിലോ നിങ്ങൾ അല്ലെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവര് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ വേണ്ടി അല്ലെ. നിങ്ങൾക്ക് ഒരു ബാങ്കിലൊക്കെ പോയിട്ട് അല്ലെ ഒരു ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ അത് അവർ ചോദിക്കും അല്ലെ പല കാര്യങ്ങൾ, നിങ്ങൾക്ക് എത്ര അല്ലെ സ്ഥലമുണ്ട് അല്ലെ, വീട് എത്രയുണ്ട് എന്നൊക്കെയുള്ള പല കാര്യങ്ങളല്ലേ അവർ ചോദിക്കും. അത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ചില നമുക്ക് കൂടുതലായിട്ട് അവരുടെ അടുത്ത് നിന്നും മറുപടി കിട്ടുള്ളൂ. For example, to track the delivery of an item you have ordered or to check the status of your complaint about some services, you have to provide the details of the order or the complaint. For example, അല്ലെ എന്താണ് നമ്മളല്ലേ ഓർഡർ ചെയ്ത ഒരു കാര്യമല്ലേ ഡെലിവറി ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോ സ്ഥലമല്ലേ ഏതാണ് സ്ഥലം എന്നൊക്കെ കൃത്യമായിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും അല്ലെ, ഏത് റൂട്ടിലൂടെ വരണം അല്ലെ ആ ഒരു പ്ലേസിലെത്താൻ. പിന്നെ അല്ലെ വേറെ രീതിയിൽ എന്താണ് നിങ്ങൾ ഒരു സ്റ്റാറ്റസ് ഓഫ് യുവർ കംപ്ലൈന്റ് അല്ലെ ഒരു കംപ്ലൈന്റ് കൊടുത്തു. സോ അതിനെ പറ്റി അല്ലെ കൂടുതലായിട്ട്
അന്വേഷണങ്ങളൊക്കെ വേണ്ടി വരും. അല്ല, യു ഹാവ് ടു പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഓർഡർ ഓർ ദി കംപ്ലൈന്റ്. സോ ഒരു കംപ്ലൈന്റ് കൊടുത്തു, മുമ്പേ കൊടുത്തതാണ്. സോ അതിനെപ്പറ്റി അല്ലെ കൂടുതൽ അറിയണ്ടിക്കൽ നിങ്ങൾ പിന്നെ വിളിക്കുമ്പോൾ അല്ലെ കംപ്ലൈന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എപ്പോ കൊടുത്തു അല്ലെ എന്താണ് എന്നൊക്കെ പറയേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. And in such cases, you have to be clear and specific. അങ്ങനെയുള്ള അവസരത്തിലല്ല നമ്മൾ കൃത്യമായിട്ട് അല്ലെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഓർത്ത് വെക്കണം. അല്ലാണ്ട് എപ്പോ കംപ്ലൈന്റ് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ അല്ലെ തപ്പിത്തടഞ്ഞാൽ ചിലപ്പോൾ അവര് കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും തരില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, കോംപ്ലക്സ് എൻക്വയറീസ് അല്ലെ ഇങ്ങനെയുള്ള കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെ ഒഫീഷ്യൽ ടൈപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മുമ്പേ അല്ലെ കൃത്യമായിട്ട് കുറച്ച് പോയിന്റ്സ് ഒക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് കൃത്യമായിട്ടല്ലേ അങ്ങനെയുള്ള ഇൻക്വയറി ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് അത് എന്നാണ് താഴെ പറയുന്നത്. The following strategies can help you have a fruitful conversation. സോ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെ ഒരു ഫലവത്തായിട്ടുള്ള ഒരു ഗുഡ് ഇൻക്വയറി ചെയ്യുന്നതിന് അല്ലെ ഗുഡ് മറുപടി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് താഴെ പറയുന്നത്. Before you make the inquiry, think about what information you might need to convey. For example, reference numbers, dates, names of the person you have previously talked to, etc. സോ നമ്മൾ പറഞ്ഞല്ലേ കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ എപ്പോ അല്ലെ ഏത് ഡേറ്റിന് ആർക്ക് അല്ലെ ആരുടെ അടുത്താണ് കംപ്ലൈന്റ് കൊടുത്തത് അല്ലെ ആരെ പറ്റി കൊടുത്തു, ഇതൊക്കെ പല കാര്യങ്ങളും നോട്ട് ചെയ്ത് അല്ലെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എന്ത് ചെയ്യാം, ചെക്ക് ഇഫ് യു ഹാവ് ഓൾ ദ നെസസറി ഡോക്യുമെന്റ്സ് റിക്വയർഡ് ടു ഗെറ്റ് ദ ഇൻഫർമേഷൻ. എക്സാമ്പിൾ റെസീറ്റ്സ്, ഗ്യാരണ്ടി കാർഡ്, അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് എക്സെട്ര. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ കൃത്യമായിട്ട് കരുതിയിരിക്കണം. അല്ലെങ്കിൽ അല്ലെ എന്ത് കിട്ടില്ല, ഇൻക്വയറിക്ക് അല്ലെ പോയാൽ അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. സോ നമ്മുടെ പാർട്ടെല്ലാം ക്ലിയർ ആയിരിക്കണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഡിസൈഡ് വാട്ട് യു വാണ്ട് ദ അതർ പേഴ്സൺ ടു ഡു ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മീറ്റിംഗ് ഓർ കോൾ. എക്സാമ്പിൾ, ക്യാൻസൽ ദ ഓർഡർ, എക്സിക്യൂട്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി, റിപ്പയർ, റീപ്ലേസ് ദ ഫോൾട്ടി പ്രോഡക്റ്റ്, റീഫണ്ട് ദി മണി എറ്റ്സെട്ര. സോ എന്ത് ചെയ്യണം, ആദ്യം ഡിസൈഡ് ചെയ്യണം അല്ലെ നമ്മൾ ഈ കോൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ കാര്യം പറഞ്ഞു അല്ലെ അത് ഇനി അല്ലെ എന്ത് ആക്ഷനാണ് അവർ എടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അവരെ ആദ്യമേ ഡിസൈഡ് ചെയ്തിട്ട് ബോധിപ്പിക്കണം. അല്ലെ ഓർഡർ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അല്ലെ എന്ത് ചെയ്യുക, പെട്ടെന്ന് അത് ഡെലിവറി കൊടുക്കുക പറയണം അല്ലെ, അല്ലെങ്കിൽ മണി അല്ലെ പൈസ അടച്ചത് തിരിച്ചു തരിക അല്ലെ, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആദ്യമേ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ വിളിക്കാൻ. അല്ലാണ്ട് അവരെ അല്ലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ അല്ലെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കുക, while making the inquiry. സോ എൻക്വയറി ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെയല്ല, എൻക്വയറി നടത്തുമ്പോൾ അല്ലെ എന്തൊക്കെ ശ്രദ്ധിക്കണം. ചെക്ക് ഇഫ് യു ആർ സ്പീക്കിംഗ് ടു ദി റൈറ്റ് പേഴ്സൺ ഓർ ഡിപ്പാർട്ട്മെന്റ്. സോ നിങ്ങളല്ലേ റൈറ്റ് ആളോടാണോ സംസാരിക്കുന്നത് എന്നുള്ളത് ആദ്യമേ ഉറപ്പിക്കണം. അല്ലെ ഏതാളോടാണ് അല്ലെ നമ്മൾ കാര്യം പറയേണ്ടത് അയാളോട് തന്നെ പറയണം. ഒരു കമ്പനിയിലൊക്കെ വിളിച്ച് അല്ലെ കംപ്ലൈന്റ് ഒക്കെ പറയുമ്പോൾ എസ്പെഷ്യലി പറയേണ്ട ആളോട് തന്നെ പറയണം. നെക്സ്റ്റ് നോക്ക്, സ്റ്റേറ്റ് ക്ലിയർലി ദ പർപ്പസ് ഓഫ് യുവർ വിസിറ്റ് ഓർ കോൾ. നിങ്ങളുടെ അല്ലെ കോളിന്റെ പർപ്പസ് എന്താണെന്ന് കൃത്യമായിട്ട് പറയണം, ആദ്യം തന്നെ വ്യക്തമാക്കണം എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത്. നെക്സ്റ്റ് നോക്ക്, പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ റിക്വയർ. ഇനി എന്ത് ചെയ്യാം, ആവശ്യമുള്ള ഇൻഫർമേഷൻ ഒക്കെ അവർക്ക് കൊടുക്കുക, എന്നാൽ മാത്രമേ അതിനനുസരിച്ചുള്ള മറുപടി കിട്ടുള്ളൂ. And check if you have made yourself clear. അല്ലെ അങ്ങനെ വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, നമ്മൾ അല്ലെ വേണ്ടതൊക്കെ ചോദിച്ചോ അല്ലെ പറഞ്ഞോ, കാര്യങ്ങളൊക്കെ അറിയേണ്ടതൊക്കെ അറിഞ്ഞോ എന്നുള്ളതൊക്കെ സ്വയം ഉറപ്പിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, while closing the conversation. കോൺവെർസേഷൻ ക്ലോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. Summarize the information you have received to confirm if you have understood it clearly. So, summarize the information you have received. So, നിങ്ങൾക്ക് അല്ലെ കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വളരെ ചുരുങ്ങിയ വേർഡ്സിലല്ല അത് അവരോടൊന്ന് പറയാം അല്ലെ. അപ്പോൾ ഇങ്ങനെയാണല്ലേ വേണ്ടത് എന്നുള്ള രീതിയിൽ അല്ലെ അവർ പറഞ്ഞതനുസരിച്ച് ഓക്കെ മനസ്സിലായി എന്നുള്ള രീതിയിൽ പറയും.
Now take page number 131 and page number 131 നോക്കുക. Responding to queries. അങ്ങനെയല്ലേ ആ ഒരു ക്വയറീസ് ഉണ്ടല്ലോ, അതായത് ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ല റിക്വസ്റ്റ് ചെയ്യുക, ഇൻക്വയറി ചെയ്യുമ്പോൾ അല്ലെ അതിനെ എങ്ങനെ മറുപടി പറയണം എന്നുള്ളതാണ് പറയുന്നത്. So replies to inquiries can be positive. For example, when you provide the inquirer the requisite information she or he asks for or agree to do something. So എന്ത് ചെയ്യാം, പോസിറ്റീവ് മറുപടി ആവാം അല്ലെ. ഫോർ എക്സാമ്പിൾ അല്ലെ എന്തിനെങ്കിലും ഇൻക്വയർ ചെയ്ത് ചോദിക്കുമ്പോൾ അല്ല ഒരു പേഴ്സൺ അല്ലെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാം, യു ക്യാൻ അഗ്രി ടു ഡു സംതിങ് അല്ലെ, നിങ്ങൾക്ക് അത് ഓക്കെ ഐ വിൽ അല്ലെ ഫൈൻഡ് എ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ഒരു മറുപടി കൊടുക്കാം. ദേ ക്യാൻ ഓൾസോ ബി നെഗറ്റീവ്, ബട്ട് എല്ലായ്പ്പോഴും പോസിറ്റീവ് മറുപടി കൊടുക്കാനൊന്നും പറ്റില്ല അല്ലെ. എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ട് മറുപടി പറയേണ്ടി വരും. സോ ദേ ക്യാൻ ഓൾസോ ബി നെഗറ്റീവ് വെൻ യു ആർ അൺഎബിൾ ടു ഹെൽപ്പ് അല്ലെ, നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം, നെഗറ്റീവ് മറുപടി കൊടുക്കേണ്ടി വരും. ഓർ യു ഡു നോട്ട് ഹാവ് ദി ഇൻഫർമേഷൻ, സർവീസ് ഓർ പ്രോഡക്റ്റ് that the inquirer has asked for. So ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് അല്ലെ വേണ്ട സഹായം ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷനോ പ്രോഡക്റ്റോ അല്ലെ സർവീസോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അല്ലെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നോ എന്നുള്ള മറുപടി കൊടുക്കേണ്ടി വരും. So if this is the case, apologize for not being able to help. So അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, സോറി മാഡം അല്ലെ എന്നുള്ള രീതിയിൽ പറഞ്ഞ് എന്തെങ്കിലും അല്ലെ അവരെ പാസിഫൈ ചെയ്യുന്ന രീതിയിൽ പറയാനുള്ളതാണ്. സോറി മാഡം അല്ലെ, ഐ കാൻ ഡു എനിത്തിങ് ഓൺ ദിസ് അല്ലെ, ബിക്കോസ് ദിസ് ഈസ് നോട്ട് അണ്ടർ മൈ കൺട്രോൾ അല്ലെങ്കിൽ സെക്ഷൻ അല്ലെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് എന്തുണ്ട്, നിങ്ങൾക്ക് അല്ലെ ഒരു ടാസ്ക് തന്നിട്ടുണ്ട്, ഒരു ട്രാക്ക് അല്ലെ കേൾക്കാൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ട്രാക്ക് 24 നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ അല്ലെ ഇവിടെ കാണുന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറുക, അതിലല്ലേ ട്രാക്ക് 24 എടുക്കുക, അത് കേൾക്കുക കൃത്യമായിട്ട്, എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. എന്താ വേണ്ടത്, ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ സെയിൽസ് പേഴ്സൺ ആൻഡ് എ കസ്റ്റമർ ടു ഒബ്സർവ് ഹൗ ആൻ എൻക്വയറി ഈസ് ഹാൻഡിൽഡ്. സോ ഒരു സെയിൽ പേഴ്സണും ഒരു കസ്റ്റമറും തമ്മിലുള്ള ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് അല്ലെ അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. സോ പേ അറ്റൻഷൻ ടു ദ സെയിൽസ് പേഴ്സൺസ് റെസ്പോൺസസ്, റെക്കോർഡ് ദ വേരിയസ് സ്റ്റേജസ് ഇൻ ഹിസ് റെസ്പോൺസ്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ടാസ്ക് 3 അല്ല അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്, ലിസൺ ടു എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ കോളേജ് സ്റ്റുഡന്റ് ആൻഡ് ആൻ ഓഫീസർ അറ്റ് ദി റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഓഫീസ്. സോ ഒരു റോഡ് ട്രാൻസ്പോർട്ട് അല്ലെ അതോറിറ്റി ഓഫീസിൽ ഒരു കോളേജ് സ്റ്റുഡന്റും വന്നിട്ടുണ്ട് അല്ലെ, അവിടെയുള്ള ഓഫീസറുമായിട്ട് സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത് ട്രാക്ക് 25. And note down all the expressions that are used to give a negative responses. ഇവിടെ അല്ലേ നെഗറ്റീവ് ആയിട്ട് അല്ല അയാള് ഓ സോറി മാഡം എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെ എന്തൊക്കെയാണ് അവര് നെഗറ്റീവ് റെസ്പോൺസസ് പറയുന്നത്, അതൊക്കെ താഴെ നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. Now we have finished this chapter and we will meet again in the next class with a new chapter.